അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാന്ന് പറയും. ഇപ്പോൾ ഒരു പെണ്ണുമുള്ള ഇവിടെ വന്ന് ഇത്രയും കുറ്റം പറഞ്ഞുകൊണ്ടാണല്ലോ തങ്കം ചേട്ടത്തിക്ക് ഇത്ര ദേഷ്യം വന്നത്. വേറൊരു പെണ്ണ് വന്ന് മച്ചമ്പിയെക്കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞാലോ, അപ്പം ഈ കുറ്റം എൻ്റെ മെളിപ്പോ. യു തിങ്ക് മാൻ, എപ്പോഴും ഇങ്ങനെ കൂടെ കിടന്ന് ഐഡിയ പറഞ്ഞു തരാൻ എൻ്റെ ഇല്ലേ? കാലിന് പാടില്ല മക്കളെ. മോളേത്? ഞാൻ ക്ലീറ്റോ ചേട്ടൻ്റെ പെങ്ങളാ, ലില്ലി. പഠിച്ചുണ്ടാക്കണ്ട. ക്ലീറ്റോ സാറുണ്ടല്ലോ, ക്ലീറ്റോ സാർ ഉള്ളോണ്ടാ. അയ്യോ ഉമ്മച്ചി കരയല്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ക്ലീറ്റോയെ ഇപ്പൊ സ്ഥലത്തില്ല, ഡൽഹിക്ക് പോയേക്കോ, ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ടാണ്. ക്ലീറ്റോ സാറിനെ ഞാൻ രാവിലെ കണ്ടു. സാറാണ് എനിക്ക് വീടിന്റെ വഴിയെല്ലാം പറഞ്ഞു തന്നത്. ഇവിടെ വന്ന് നിങ്ങളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആശ ഉണ്ടായിരുന്നു. എന്താ പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ ക്ലീറ്റോ? പൊന്നു മോളെ, അതല്ല, നിങ്ങളെ ഭർത്താവില്ലേ ക്ലീറ്റോ സാർ ഉള്ളതുകൊണ്ടാണ് എന്റെ കെട്ടിയവന്റെ ജീവനോട് ഇരിക്കുന്നത്. വെള്ളയും വെള്ളയിട്ട് കിടക്കുന്ന ക്ലീറ്റസിന്റെ കാര്യം തന്നെയല്ലേ? അയ്യോ, അതെന്തൊരു മനുഷ്യൻ. എന്റെ ഭർത്താവിന് കിഡ്നി മാറ്റി വെക്കണമായിരുന്നു, ഓപ്പറേഷൻ. കിഡ്നി മാറ്റി വെച്ചോളേ, കിഡ്നി ഓപ്പറേഷന്. കിഡ്നി അത് തന്നെ. ഞങ്ങള് പൈസക്ക് ഇങ്ങനെ നാടായ നാട് മുഴുവനും തെണ്ടി നടക്കായിരുന്നു. അപ്പോഴാണ് സാറിന്റെ കൂട്ടത്തിലുള്ള മെമ്പറില്ലേ അൻസാറ്, അൻസാറിന്റെ ഭാര്യയുടെ ഒരു ഉടപ്പറന്നവന്റെ മോളെ കെട്ടിയിരിക്കണത് വല്യമ്മന്റെ മോനാണ്. അങ്ങനെ ഞങ്ങള് ഒരു ബന്ധമുണ്ട്. അപ്പം ഞാൻ ഈ വിഷമം അൻസാർ മെമ്പറെ അറിയിച്ചപ്പോൾ മെമ്പറാണ് ക്ലീറ്റോ സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർന്നില്ല. സാർ അപ്പം തന്നെ വന്ന് എൻ്റെ കെട്ടിയവനെ കണ്ട്, ഒന്നും പേടിക്കണ്ട ഇക്കാക്ക, നിങ്ങളെ കാര്യം ഞാൻ ഏറ്റെടുത്ത് ഇനി നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയവൻ്റെ ഓപ്പറേഷൻ നടത്തി നല്ല സന്തോഷമായിട്ട് എൻ്റെ മനുഷ്യ ഇപ്പോഴാ സമാധാനമായിട്ടിരിക്കണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് എൻ്റെ മോളെ 2 മക്കളാ, അവരെ പഠിത്തത്തിലുള്ള ഫീസും പുസ്തകവും ഒക്കെ വായിച്ചെന്ന്. ഇങ്ങനെ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ ദുനിയാവില് എനിക്ക് പറയണമെങ്കിൽ പടച്ചന്റെ രൂപത്തിൽ വന്നെന്നാണ് പറയണ മനുഷ്യൻ. അതെ, ആ മനുഷ്യന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചോനെ ആ കുടുംബത്തിന് നല്ലത് വരുത്തണേ, ഇവർക്കെല്ലാം നല്ലത് വരുത്തണേ അല്ലാ. ആ മനുഷ്യനെ പറ്റി ആരെങ്കിലും ദോഷം പറഞ്ഞ അവരെ നാവ് പുഴുത്തു പോണ റബ്ബേ. മോളെ, എന്തോ ഭാഗ്യം ചെയ്തോളാണ് മോളെ നീ അങ്ങനെ ഒരു മനുഷ്യന് ഭർത്താവായിട്ട് കിട്ടിയത് കേട്ടോ. നല്ലോണം നോക്കണം സാറിന് കേട്ടോ. ഞാൻ കാലത്ത് കണ്ടപ്പോ ഞാൻ സാറേ വല്ലതും കഴിച്ചാന്ന് ചോദിച്ചാൽ പറയണ് ഇല്ലാത്ത ആഹാരമൊന്നും നമുക്കുണ്ട്, അടുത്ത ആരെയും സഹായിക്കാൻ വേണ്ടി പോവാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഇങ്ങനെ മനുഷ്യന്മാർ ഈ ദുനിയാവിൽ ഈ കാലത്ത് ഉണ്ടല്ലോ റബ്ബേ. ഉമ്മച്ചിക്ക് എന്തിനു കഴിക്കാൻ തരട്ടെ? വേണ്ട മോളെ, ഇനി കുറെ അങ്ങ് പോണം, ചായ എടുക്കട്ടെ? പേഴുമൂടാണ് പോവാൻ. വേണ്ട മോളെ. മക്കളെ, ഇവിടെ ഒന്ന് ആട്ടോ ഇട്ടോ മോനെ, ഒരാട്ടോ വിളിച്ചാടാ. മക്കളെ സാറിനെ നല്ലോണം നോക്കണം, പാടില്ല മോളെ, ആണി. അല്ലോ പാവം ക്ലീറ്റനൊന്നും പറയണ്ടായിരുന്നു. എന്താ നടക്കട്ടെ ചെറുക്കാ, പറഞ്ഞോട്ടെ. സംഭവം കിടുക്കി, കലക്കി. ഇതെന്റെ ഐഡിയ ആയിരുന്നു. ഞാനാണ് ക്ലീറ്റോ മച്ചമ്പിക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരാളെ അറേഞ്ച് ചെയ്ത് കൊടുന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇത്തത്താ, നിങ്ങൾ ആ ഒരു അസാധ്യ ആർട്ടിസ്റ്റ് തന്നെ കേട്ടോ. നാടകത്തില്ല, അത് സിനിമയോ, അത് സീരിയലോ, എന്തൊരു ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വന്നൊരു ഹതഭാഗ്യ നടത്തേണ്ടി ഞാൻ. നിങ്ങൾ എന്തിനും റിസ്ക് എടുക്കാൻ നിന്ന്? വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു. ഇപ്പൊ പിടിക്കപ്പെട്ടായിരുന്നു മൊത്തം പൊളി. ഞാൻ എടാ, വേറെ ആരെങ്കിലും വന്നാൽ എന്നെ കുറിച്ച് ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് പറയോ? എന്നെ കുറിച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് പറയാൻ ഞാനേ ഉള്ളൂ. എന്നെ കുറിച്ച് അറിയാവുന്നത് ഞാനാ, അതുകൊണ്ട് തന്നെ ഞാൻ വേഷം കെട്ടി. സംഭവം കാലൊക്കെ കേട്ടോ. ആട്ടോ വിളിക്കാം. എങ്ങനെ ഇട്ടാലും എങ്ങനെ ജീവിക്കും.